വയനാട് ചുണ്ടേലിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ നവാസിനെ ജീപ്പ് പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സഹോദരങ്ങളായ സുമിൽഷാദ്, അജിൻഷാദ് എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം പ്രതികളെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് രാവിലെ 11 മണിയോടെ അപകടം നടന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. പ്രതികൾക്കെതിരെ കയ്യേറ്റമുണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സുരക്ഷയോടെ കൂടിയായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തെ തുടർന്ന് ചുണ്ടേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. തെളിവെടുപ്പ് സ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. എസ്റ്റേറ്റ് റോഡിലും പ്രതികൾ നടത്തിയിരുന്ന ഹോട്ടലിലും തെളിവെടുപ്പ് നടന്നു. രണ്ടാം പ്രതി അജിൻഷാദ് ഓട്ടോറിക്ഷ കടന്നുപോകുന്നത് ഫോണിലൂടെ നിർദ്ദേശം നൽകാനായി കാത്തുനിന്ന ചുണ്ടേൽ ടൗണിലും പ്രതികളെ എത്തിച്ചു. ഇവിടങ്ങളിൽ ജനങ്ങൾ പ്രതികൾക്ക് നേരെ പ്രതിഷേധിച്ചു. കൊലപാതക ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതികളുടെ പിതാവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് നവാസിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇതില് സുൽഫിക്കർ അവരെ വാപ്പ ഇതിൽ ഇൻവോൾവ് ആണ്. അവനെ അറസ്റ്റ് ചെയ്താലും കേസ് മുന്നോട്ട് പോവില്ല. അത് തീർച്ചയാണ്. സുൽഫിക്കറിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇതിന് ഉള്ളിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന്റെ പാപ്പാന്റെ അനിയൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 2-നായിരുന്നു ഓട്ടോറിക്ഷയും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച ചുണ്ടേൽ എസ്റ്റേറ്റ് റോഡിൽ അപകടമുണ്ടായത്. പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിലാണ് പ്രതികൾ വ്യക്തിവൈരാഗ്യത്താൽ ആസൂത്രിതമായി കൊലപാതകം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്താവുന്നത്. കൈരളി ന്യൂസ്, വയനാട്.